നമസ്കാരം. ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2025 യൂത്ത് ചെസ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ രണ്ടാം റൗണ്ടിലെ ഒരു ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇറ്റാലിയൻ ഗെയിമിന്റെ ഗീഗോപേരിയ വേരിയന്റാണ്. വൈറ്റ് D3 മുതൽ പിയാനിഫ്സുമോ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാൻസൽ ചെയ്യുന്നു. ബ്ലാക്കിനും ഇപ്പോൾ വേണമെങ്കിൽ കാൻസൽ ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ആദ്യം A6 മൂവ് ചെയ്യുന്നു. വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്കിനെ കാൻസൽ ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ ബ്ലാക്ക് അടുത്ത നൈറ്റിനെ കൂടെ കിങ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ E7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് H3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ A7ലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ്സിലേക്ക് കാൻസൽ ചെയ്യുന്നു. വൈറ്റ് ഇവിടെ അടുത്ത നൈറ്റിനെ കൂടെ കിങ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ G6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഡെവലപ്പായ നൈറ്റിനെ തന്നെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം നൈറ്റിനെ G3ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് വേഗം H6 മൂവ് ചെയ്തുകൊണ്ട് G5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ C പോൺ വെച്ച് തിരിച്ചിട്ട ശേഷം പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ സെന്റർ ഓപ്പൺ ചെയ്യാണ് വൈറ്റിന്റെ ഉദ്ദേശം. ഇതേ മൂവ് ഓർഡറിൽ ഇതിനു മുമ്പ് ഒരുപാട് ഗെയിമുകൾ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഈ നൈറ്റിനെതിരെ അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് നൈറ്റിനെ H7ലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ബ്ലാക്ക് മാറി ചിന്തിക്കുകയാണ്. പോൺ വെച്ച് പോണോട്ടയോ അല്ലെങ്കിൽ നൈറ്റിനെ മാറ്റുകയോ ചെയ്യുന്നില്ല. പകരം റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചിട്ടുകൊണ്ട് റൂക്ക് വെച്ച് ക്വീനെതിരെ ഡിസ്കവർ കൊടുക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് ക്വീനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇതോടെ ഈ E5 ഓപ്പണായി കിട്ടും. ഈ നൈറ്റ് എങ്ങോട്ട് തന്നെ മാറിയാലും പോൺ വെച്ച് പോണൊട്ടിക്കൊണ്ട് അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഇങ്ങനൊരു ഡിസ്കവേർഡ് അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നില്ല. പകരം ക്വീനെ അറ്റാക്കിൽ നിന്നും E8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീൻ E8ലേക്ക് മാറിയതോടെ E7 സ്ക്വയർ ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ വൈറ്റിന് ഈ എക്സ്ചേഞ്ചിലേക്ക് പോവാം. പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് വന്നാലും ബ്ലാക്കിന് നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E5 ക്ലോസ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ ബ്ലാക്കിൻ്റെ ഈ കിങ് സൈഡ് വീക്ക് ആക്കുന്നതിനായിട്ട് ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് H6ലെ പോൺ എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ ഈ G7ലെ പോണിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്കം വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഒരു ചെക്കോട് കൂടി ആ പോണിട്ട് എടുക്കാം. ഇപ്പോൾ ചെക്കാണ്. ഈ F7ലെ പോണിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്കം വന്നിട്ടുണ്ട്. കിങ് ഇപ്പോൾ എങ്ങോട്ട് തന്നെ മാറിയാലും നൈറ്റ് വെച്ച് ആ പോണിനെ കൂടെ വെട്ടിയെടുക്കാം. ഇതോടെ വൈറ്റിന് നഷ്ടപ്പെട്ട ബിഷപ്പിന് പകരം 3 പോണുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നൈറ്റോടെ G5ലേക്ക് വരുന്നതോടെ വൈറ്റിൻ്റെ അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആകും. ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ നൈറ്റിനോട് ഒഴിവാക്കാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സ്ട്രോങ് നൈറ്റ് നഷ്ടപ്പെട്ടതോടെ വൈറ്റിൻ്റെ ആദ്യത്തെ പ്ലാൻ ഫെയിലായിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് അടുത്തൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. ഇപ്പോൾ തന്നെ ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല. പകരം പോൺ വെച്ച് ബിഷപ്പിനോട് എടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോഴും ബ്ലാക്ക് പോൺ വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ വൈറ്റിന് അടുത്ത നൈറ്റിനെ വിട്ടെടുക്കാം. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം നൈറ്റിനോട് മാറ്റാണ്. നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് അടുത്ത നൈറ്റിനെ ടാർഗറ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണൊട്ടിക്കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വെട്ടുന്നു. വൈറ്റിൻ്റെ ബിഷപ്പ് ഇപ്പോഴും അറ്റാക്കിലാണ്. ആ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് പകരം വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും ആ ബിഷപ്പിനോടൊന്ന് മാറ്റുന്നതിന് പകരം നൈറ്റ് വെച്ച് E5ലെ പോണിട്ടുകൊണ്ട് ആ ബിഷപ്പിനെ ഒരിക്കൽ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ ബിഷപ്പ് വെച്ച് F7ലെ പോണിട്ട് ചെക്ക് വരുന്നതോടെ ഈ ക്വീൻ നഷ്ടമാകും. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ E3ലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ്
നൈറ്റിനെ അറ്റാക്കിൽ നിന്നും G4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂവിനെ D7ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഈ F6 പോകേണ്ടവരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും ബ്ലാക്കിന്റെ കിങ്ങും ക്വീനും നൈറ്റ് വെച്ച് ഫോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് വന്നിട്ടുള്ളത്. വൈറ്റ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആദ്യം F6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരേ സമയം നൈറ്റിനെതിരെയും പോണിനെതിരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് പോണിനെ എടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ D5 ഓപ്പൺ ആയിരിക്കുകയാണ്. വൈറ്റ് വേഗം A1 റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ക്വീൻ ഇപ്പോൾ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുക. പോൺ വെച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ ബിഷപ്പിനെ C5ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ കൂടെ പിൻ ചെയ്യാം. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് ഈ D1 റൂക്കിനോട്ട് എടുത്താലും ക്വീനെ വെച്ചിട്ട് തിരിച്ചോട്ടാൻ അവസരമുണ്ട്. അല്ലാതെ ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും F5 ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ കൂടെ അറ്റാക്ക് വരുന്നതോടെ ഈ അറ്റാക്ക് വീണ്ടും സ്ട്രോങ് ആകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം നൈറ്റിനെ D5ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് D5 ക്ലോസ് ചെയ്യുന്നു. നൈറ്റ് തിരിച്ചു വന്നതോടെ ഇവിടെ ഒരു പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ഇത് ഉപയോഗപ്പെടുത്തുകയാണ്. C4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ എന്തായാലും ഒരു നൈറ്റ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുമ്പോൾ ഈ ക്വീനെ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റാമെന്നാകും ബ്ലാക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട്ടുന്നില്ല. പകരം ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. റൂക്ക് ഉപയോഗിച്ച് ക്വീനിട്ട് എടുത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ഈ റൂക്കിനെതിരെ അറ്റാക്ക് ഉണ്ട്. ബ്ലാക്ക് നൈറ്റ് വെച്ച് ക്വീനിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ചെക്കോടുകൂടി റൂക്ക് വെച്ച് റൂക്കിനിട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ കിങ്ങിന് H7ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുക. H6ലേക്ക് നൈറ്റിനും കണ്ടുള്ളതുകൊണ്ട് കിങ്ങിന് അങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. ഇപ്പോൾ ഏതെങ്കിലും പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു നൈറ്റ് കൂടെ നഷ്ടമാകും. അല്ലാതെ ഈ നൈറ്റ് വെച്ച് തന്നെ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ എല്ലാ പീസുകളും പിന്നിങ്ങിലാവും. ആ നൈറ്റ് പിന്നിങ്ങിലാതെ കാരണം നൈറ്റിന് മൂവില്ല. അതുപോലെ ഈ റൂക്ക് ഇപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് നഷ്ടപ്പെടും. ബിഷപ്പ് മൂവ് ചെയ്യുകയാണെങ്കിൽ റൂക്കും നഷ്ടപ്പെടും. ഇനിയിപ്പോൾ ബ്ലാക്കിന് ആകെയുള്ളൊരു പ്രതീക്ഷ ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ചെക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ആദ്യം G3 ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ കൂടെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം റൂക്കിനെ കൂടെ ഈരിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. നൈറ്റ് പിന്നിങ്ങിലായത് കാരണം നൈറ്റ് വെച്ച് വെട്ടാനും പറ്റില്ല. അതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് വെച്ച് ക്വീനോട് എടുത്തപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ടൈറ്റിൽഡ് പ്ലേയേഴ്സിൻ്റെ ഗെയിം അല്ലെങ്കിൽ പോലും ഒരുപാട് നല്ല മൂവുകളുള്ള ഒരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.